അവരെന്നെ കല്യാണത്തിന് വിളിക്കാതൊക്കെ അത് അവരുടെ ഇഷ്ടമാണ്. നമുക്കിപ്പോ ഒരാള് എന്താ പറഞ്ഞു കഴിഞ്ഞാല് എനിക്കതിൽ പരാതിയും ഇല്ല. പക്ഷെ സോഷ്യൽ മീഡിയയിൽ ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത് എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ വളരെ വിഷമത്തില് അവരെന്നെ കല്യാണം വിളിച്ചില്ല എന്ന് പറഞ്ഞ് ഒരു പരാതിയായിട്ടോ അങ്ങനെ ഒന്നുമില്ല. പക്ഷെ അതിന് ശേഷം വന്ന കുറെ കാര്യങ്ങളാണ് മനസ്സിന് വല്ലാതെ വിഷമം ഉണ്ടാക്കിയത്. ശേഷം ഇപ്പൊ രണ്ടായിട്ടും അത് വിടാതെ പിന്തുടരുക എന്ന് പറയുമ്പോൾ അത് അംഗീകരിക്കാൻ കഴിയില്ല. ഞാൻ ചെയ്ത ഒരു നല്ല കാര്യമാണ്, അത് ജനങ്ങൾ അംഗീകരിച്ച കാര്യമാണ്. അതോടുകൂടി അത് കഴിഞ്ഞ് പിന്നെ ഇവനെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവനാണ്, അല്ലെങ്കിൽ എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഇവൻ അർജുനെ വെച്ച് ഒരുപാട് പണം ഉണ്ടാക്കി പ്രശസ്തനായി പല രീതിയിലുള്ള. ഞാൻ ചോദിക്കട്ടെ, ഈ യൂട്യൂബ് വരുമാനം എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരു യൂട്യൂബ് തുടങ്ങി കഴിഞ്ഞാൽ യൂട്യൂബിൽ നിന്ന് എന്ത് വരുമാനം കിട്ടും? ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തിട്ടാണ് താങ്കളുടെ സുഹൃത്ത് ഈ പെരുവായിൽ ഒരു ഷോപ്പ് തുടങ്ങി പറയുന്നത്. ഇതിന്റെ സുഹൃത്ത് റംഷി എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ്മേറ്റ് ആണ്. എന്റെ ചെറുപ്പകാലം മുതലേ ഒപ്പരാണ് പഠിച്ചു വളർന്നത്. അവന്റെ ഷോപ്പാണ്. കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഈ ഷോപ്പ് മൊത്തത്തില് തീപിടുത്തത്തില് ഈ ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങളടക്കം കത്തി നശിച്ച്. രണ്ടാമത് അവൻ ഇതൊക്കെ കൂടിയും ഇപ്പൊ ഒന്ന് സെറ്റപ്പ് ചെയ്തതാണ്. ഇതിന്റെ ഉദ്ഘാടനമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ പറ്റിയിട്ട് ഇപ്പൊ ഒന്നും ആയിട്ടില്ല. പല കോണുകളിൽ നിന്നും ഞാനും കേൾക്കുന്നുണ്ട്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു പ്രാധാന്യമുള്ള കാര്യമല്ല. ഇപ്പം ജീവിതം കെട്ടിപ്പടുക്കണതിന്റെ ഒരു പ്രയാസത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഇലക്ഷനിൽ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരുപാട് പൈസയുടെ ചെലവുണ്ട്. സാമ്പത്തികമായിട്ട് ഒരുപാട് ചെലവുകളുള്ള ഒരു പ്രക്രിയയാണ് ഈ ഒരു ഇലക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അതിനോട് തൽക്കാലം ഇപ്പം അതിലേക്കൊന്നും പോകണില്ല. ഞാൻ ഈ ഒരു കാര്യങ്ങളായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായിട്ടും ഇപ്പൊ ഇന്ന് കേരളത്തിൽ ഏത് ഭാഗത്ത് പോയി കഴിഞ്ഞാലും ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്, ആളുകൾ സ്നേഹിക്കുന്നുണ്ട്, ആളുകളുടെ ഓരോരുത്തരുടെയും ബഹുമാനം. തീർച്ചയായിട്ടും ഞാൻ അതിന് എന്താ പറഞ്ഞു കഴിഞ്ഞാല് ആ ബഹുമാനത്തോടു കൂടി തന്നെയാണ് ആളുകളോടും പെരുമാറാറ്. അങ്ങനെ നോക്കുമ്പോൾ സന്തോഷമുണ്ട്. ഒരുപാട് ആളുകൾ അവരുടെ പ്രാർത്ഥന, സ്നേഹം ഇതൊക്കെ കിട്ടുക എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെ. ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാല് ആ ചോദ്യം താങ്കളും അർജുന്റെ വീട്ടുകാരെയൊക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അതുകൊണ്ടാണ് വിളിക്കാനത്? അപ്പൊ അതിന്റെ ഒന്ന് വ്യക്തമാക്കാൻ പറ്റുമോ? അല്ല, അതെന്താ പറഞ്ഞു കഴിഞ്ഞാല് ഒന്ന് ന്യൂസ് 18-ലാണ് ആ വീഡിയോ വന്നത്. ഇതുപോലെ തന്നെ വേറൊരു പരിപാടിന്റെ ഇടയില് മറ്റ് ചോദ്യങ്ങളുടെ ഇടയിലാണ് ആ ചോദ്യം വന്നത്. അവരെന്നെ കല്യാണത്തിന് വിളിക്കാതൊക്കെ അത് അവരുടെ ഇഷ്ടമാണ്. നമുക്കിപ്പോ ഒരാള് എന്താ പറഞ്ഞു കഴിഞ്ഞാല് എനിക്കതിൽ പരാതിയും ഇല്ല. പക്ഷെ സോഷ്യൽ മീഡിയയിൽ ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത് എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ വളരെ വിഷമത്തില് അവരെന്നെ കല്യാണം വിളിച്ചില്ല എന്ന് പറഞ്ഞ് ഒരു പരാതിയായിട്ടോ അങ്ങനെ ഒന്നുമില്ല. ഓരോരുത്തരുടെ ഇഷ്ടമാണ് കല്യാണം ആരെ വിളിക്കണം എന്നൊക്കെ ഉള്ളത്. അപ്പൊ അത് ഞാൻ അതിൽ വലിയ ഒരു എന്താ പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടപ്പെട്ട് നിൽക്കണോ അങ്ങനെ ഒന്നുമില്ല. അത് അവരുടെ ഇഷ്ടമാണ്. പക്ഷെ അതിന് ശേഷം വന്ന കുറെ കാര്യങ്ങളാണ് മനസ്സിന് വല്ലാതെ വിഷമം ഉണ്ടാക്കിയത്. അതെന്തായാലും എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഒരു തരത്തിലും ഞാൻ അംഗീകരിക്കില്ല. ഞാൻ ഈ സത്യത്തിൽ ഇതിനൊക്കെ എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഈ സോഷ്യൽ മീഡിയയിലുള്ള ബുള്ളിങ് ഒരുപാട് അനുഭവിച്ചതാണ്. അപ്പൊ അത് ഇനിയും എന്താ പറഞ്ഞു കഴിഞ്ഞാല് അത് പിന്നെയും തുടർന്നും കൊണ്ടിരിക്കുക. വർഷം ഇപ്പൊ രണ്ടായിട്ടും അത് വിടാതെ പിന്തുടരുക എന്ന് പറയുമ്പോൾ അത് അംഗീകരിക്കാൻ കഴിയില്ല. ഞാൻ ചെയ്ത ഒരു നല്ല കാര്യമാണ്, അത് ജനങ്ങൾ അംഗീകരിച്ച കാര്യമാണ്. അതോടുകൂടി അത് കഴിഞ്ഞ് പിന്നെ അതിന്റെ വേട്ടയാടല് വളരെയധികം വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. സോഷ്യൽ മീഡിയയിൽ പല കമന്റുകളും ഞാൻ വായിക്കാൻ ഇടയായി. ഇവനെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവനാണ്, അല്ലെങ്കിൽ എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഇവൻ അർജുനെ വെച്ച് ഒരുപാട് പണം ഉണ്ടാക്കി പ്രശസ്തനായി പല രീതിയിലുള്ള. ഞാൻ ചോദിക്കട്ടെ, ഈ യൂട്യൂബ് വരുമാനം എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരു യൂട്യൂബ് തുടങ്ങി കഴിഞ്ഞാൽ യൂട്യൂബിൽ നിന്ന് എന്ത് വരുമാനം കിട്ടും? ഞാൻ പൊതുവെ എന്തെങ്കിലും ഒരു വീഡിയോ ഇടുക എന്നല്ലാതെ യൂട്യൂബിൽ നിന്ന് ഒരു വരുമാനവും ഈ വിഷയത്തിൽ എനിക്ക് കിട്ടാറില്ല. ഞാൻ അത് കിട്ടിയാലും പാവപ്പെട്ട ജനങ്ങൾക്ക് അത് വീതം വെച്ച് കൊടുക്കലാണ് ഉള്ളത്. പക്ഷെ എന്താ പറഞ്ഞു കഴിഞ്ഞാല് അതൊന്നും ഒരു എന്താണ്
പണമായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമേ അല്ല. പക്ഷെ എന്താ പറഞ്ഞാൽ ഇതിനുള്ള എന്തൊക്കെയോ മുതലെടുപ്പ് നടത്തി എന്നുള്ളത് പറയുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്. ഞാനിപ്പോഴും ആ ഒരു എന്താ പറഞ്ഞ ശിരൂര് വിഷയത്തിൽ ഉണ്ടായ നഷ്ടങ്ങൾ എനിക്ക് നികത്താൻ പറ്റാത്ത അത്രയും സാമ്പത്തിക ബാധ്യത ആയി മാറി. ഇപ്പിന്റെ ആ മരത്തിന്റെ കച്ചവടവും കാര്യങ്ങളും ഒക്കെ എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോഴും അത് ഒരു എന്താ പറയാ കൃത്യമായ രീതിയിലല്ല എന്റെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതിന്റെ ഇടയിൽ ഇങ്ങനത്തെ ഓരോ എന്താ പറയാ വിഷമം ഉളവാക്കണ ഒരുപാട് കാര്യങ്ങൾ വരുമ്പോ അത് എന്തായാലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയൂല. ഇങ്ങനത്തെ എന്ത് വിഷയം ഉണ്ടാകും ഇതിന്റെ സംഭവമായിട്ട് ബന്ധപ്പെട്ട് എന്ത് വിഷയം ഉണ്ടാകുമ്പോഴോ മനാഫിനെ ആളുകള് സോഷ്യൽ മീഡിയയിൽ തേജോധനം ചെയ്യാൻ തോന്നി. ചില ഭാഗത്ത് മാത്രം എല്ലാ ആളുകളും ഇല്ല. ഒരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിക്കാറുണ്ട്. എന്നെ സംബന്ധിച്ച് അവരിപ്പോ കല്യാണം വിളിച്ചില്ല എന്നുള്ളത് സത്യം പറയാന്നുള്ളതാണ്. എന്നോടൊരു റിപ്പോർട്ടർ ചോദിച്ചു കല്യാണം വിളിച്ചിരുന്നോ, ഞാൻ ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ അതോടുകൂടി ആ വിഷയം അവിടെ തീരേണ്ടതാണ്. പിന്നെ ആ വിഷയം രണ്ടാമത് ഇങ്ങനെ ഒരു എന്താ പറഞ്ഞു കഴിഞ്ഞാല് പൊതുസമൂഹത്തിന്റെ ഇടയിൽ വരിക. അപ്പൊ എന്താ പറഞ്ഞാൽ നമ്മൾ തന്നെ എന്താവുകയാണ്, ആക്രമിക്കപ്പെടുകയാണ്. ഞാൻ അവരെന്നെ കല്യാണം വിളിച്ചില്ലെങ്കിൽ ഒരു പ്രയാസമില്ല. പക്ഷെ എന്താ പറഞ്ഞു കഴിഞ്ഞാല് ജനങ്ങൾ കുറച്ച് വിഭാഗം ആളുകൾ എന്തായാലും ഭയങ്കരമായിട്ട് മോശം സംസാരങ്ങൾ അത് രണ്ടു കൂട്ടരെയും ഇപ്പൊ ഞാൻ എന്നെ ആയിക്കോട്ടെ അർജുന്റെ ഫാമിലിനായിക്കോട്ടെ ഒക്കെ പറയണതിൽ ഒരു കാര്യമില്ല. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ ഇതിന് പിന്നിൽ ഒരു വലിയ രാഷ്ട്രീയ കളികളുണ്ട്. എനിക്കറിയായിട്ടും ഞാൻ ആ വിഷയങ്ങളിലേക്ക് പോവായിട്ടും നിൽക്കുകയാണ്. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ കല്യാണത്തിന് ഞാൻ പങ്കെടുത്തു കഴിഞ്ഞാൽ വലിയ പ്രമുഖരായ 1-2 രാഷ്ട്രീയക്കാർ പറഞ്ഞോലോ അവര് പങ്കെടുക്കൂല, അതുകൊണ്ടാണല്ലോ വിളിക്കാത്തത്. അപ്പൊ ഞാൻ ആലോചിച്ച് നോക്കുകയാണ് എന്ത് തരത്തിലാണ് ഈ സമൂഹത്തിലുള്ള ഈ രാഷ്ട്രീയ നേതാക്കന്മാർ. ഞാനും അവർക്ക് ഏത് തരത്തിലാണ് ഒരു ഭീഷണി? ഒരു തരത്തിലും ഭീഷണിയല്ല. പക്ഷെ എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഇത് കുറെ കാലമായിട്ട് അനുഭവിക്കുന്നുണ്ട്. അപ്പൊ അത് മൗനം പാലിച്ച് നിന്നിട്ട് കാര്യമില്ല. എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ശിരൂര് വിഷയം കഴിഞ്ഞത് മുതൽ ഇതിങ്ങനെ അനുഭവിച്ചും കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ആരെങ്കിലും ഒരു സ്വീകരണം നൽകുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടിക്ക് ഇന്നെ ക്ഷണിക്കുക ചെയ്യുമ്പോൾ പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു 2-3 രാഷ്ട്രീയ നേതാക്കന്മാര്, കേരളത്തിൽ അറിയപ്പെടുന്ന നേതാക്കന്മാര്, അവര് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അത് തടസ്സപ്പെടുത്തുക. പിന്നെ ആ പരിപാടിക്ക് ക്ഷണിച്ചത് പിന്നെ അതെന്താക്കുക, സംഘാടകര് വിളിച്ചു പറയാണ് പിന്നെ മനാഫ് പങ്കെടുക്കേണ്ടതില്ല. അപ്പൊ നമ്മളെ എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ എന്താ ചെയ്തത്? നമ്മൾ ഈ സമൂഹത്തില് ഏറ്റവും മാതൃകാപരമായ ഒരു കാര്യമാണ് ചെയ്തത്. പക്ഷെ അതിനെ എന്തിനാ ഭയക്കേണ്ട ആവശ്യം? പ്രത്യേകിച്ച് ഞാനൊരു സാധാരണക്കാരനെ, ഇന്നൊക്കെ ഭയക്കേണ്ട ആവശ്യം ഈ നേതാക്കന്മാർക്കുണ്ടോ? പിന്നെ ചില കാര്യങ്ങൾ തുറന്നു പറയേണ്ടതുണ്ട്. സമയം വരുമ്പോ അത് തുറന്നു പറയും. തീർച്ചയായിട്ടും ഞാൻ അറിഞ്ഞതാണ്. അതുപോലെ തന്നെ പല കോണുകളിൽ നിന്നും ഇന്നെ വിളിക്കണം എന്ന് പറഞ്ഞിട്ട് അവരോട് പറഞ്ഞതാണ്. അവർ വിളിക്കുന്നു പറഞ്ഞതേന് അവർ വിളിക്കാത്തതിൽ ഒരു പ്രശ്നവുമില്ല. നമ്മളിപ്പോ ഇവിടെ നാട്ടിൽ എത്ര കല്യാണങ്ങൾ നടന്നു പോകുന്നുണ്ട്, അതിലൊക്കെ പങ്കെടുക്കണം. ഇപ്പൊ ഇങ്ങനെ ഞാൻ ഇപ്പോഴും ഇവിടെ വന്ന് പറയണത് അതൊരു വിഷയമല്ല. ഞാൻ എന്നെ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പങ്കെടുക്കും. അതിനുവേണ്ടി സമ്മാനങ്ങൾ വരെ എന്താ പറഞ്ഞാ ആ കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടി വാങ്ങി വരെ വെച്ച്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ ഒരു ഫാമിലിയിൽ നടക്കുന്ന കല്യാണമായിട്ടാണ് ഫീൽ ചെയ്ത്. പക്ഷെ അവര് വിളിച്ചില്ലെങ്കിൽ എനിക്കൊരു പരാതിയില്ല. അതിന് എന്താ പറഞ്ഞാൽ അതൊരു വലിയ വിഷയം ആക്കേണ്ട ആവശ്യമില്ല, ആർക്കും ആക്കേണ്ട ആവശ്യമില്ല. സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഇതേ വിഷയം തന്നെ നിരന്തരം വന്നുകൊണ്ടിരിക്കുക. അതിന്റെ ഇടയിൽ 2 കൂട്ടരെയും എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അത് തേജോവധം ചെയ്തും കൊണ്ടും നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഏകദേശം 2 കൊല്ലം ആവാനായി ഈ ശിരൂര് വിഷയം കഴിഞ്ഞിട്ട്. പക്ഷെ എന്താ പറഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ കളിക്കുന്ന കുറച്ച് രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്. തീർച്ചയായിട്ടും ആ നേതാക്കന്മാരെ കാര്യങ്ങൾ എന്തായാലും ഞാൻ അത് എന്താ പറഞ്ഞു കഴിഞ്ഞാല് മുന്നോട്ട് പോകുമ്പോൾ അതിന് കൃത്യമായ മറുപടി ഞാൻ കൊടുക്കും. തീർച്ചയായിട്ടും എന്താ പറഞ്ഞു കഴിഞ്ഞാല് പഴയ മാതിരിയല്ല. ശിരൂര് വിഷയത്തിന് മുമ്പേ സാമ്പത്തികമായി നല്ലൊരു നിലയിലും അതുപോലെ തന്നെ ഒരുപാട് പണം ശിരൂരിൽ ചെലവാക്കിയതാണ്. ചിന്തിക്കാൻ കഴിയുന്നതിന്റെ അപ്പുറത്തെ ഒരു പണം ഞാൻ ചെലവാക്കിയാണ്. ഞാൻ അത്രമാത്രം പണം ചെലവാക്കാൻ പറ്റിയ സാമ്പത്തിക സ്ഥിതിയുള്ള ഒരാളൊന്നല്ല. എന്നിരുന്നാലും ഒരു നല്ല കാര്യത്തിനും വേണ്ടിയിട്ട് ജീവിതത്തിന്റെ മൊത്തത്തിൽ സമർപ്പിച്ചതായി. ഏതായാലും ആ കാര്യത്തിൽ ഒരു വിജയം കണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ഇപ്പം പല ജോലികളും പല ബിസിനസ്സുകളും ചെയ്തിട്ടാണ് എന്താ പറഞ്ഞ പോണത്. പക്ഷെ അതിനൊക്കെ നിരന്തരം തടസ്സപ്പെടുത്താൻ ഇവിടെ ഒരു വിഭാഗം രാഷ്ട്രീയ നേതാക്കന്മാര്
ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനെതിരെ എന്തായാലും വരും ദിവസങ്ങളിൽ അതിനെതിരെ ഞാൻ പ്രതികരിക്കും.